ഒരു സെയിൽസ് കോൺവെർസേഷനിൽ ക്ലയൻറ്റ് നിങ്ങളോട് പറയാണ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് താല്പര്യമില്ല. ഈ ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മെജോറിറ്റി ആളുകളും അതൊരു പേഴ്സണൽ റിജക്ഷനായിട്ട് എടുക്കും. ആ കമ്മ്യൂണിക്കേഷൻ അവിടെ എൻഡ് ആവും. കോളിലാണെങ്കിൽ കോള് കട്ടാവും. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ക്ലയൻറ്റിനോട് പറയാം താങ്കൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മനസ്സിലായി, പക്ഷേ ഫ്യൂച്ചറിൽ ഈ ഒരു സർവീസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ടെങ്കിലും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് എൻ്റെ നമ്പർ ഫോണിലൊന്ന് സേവ് ചെയ്തിടാമോ? ആരും ഇതിന് നോ പറയില്ല. ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ഫ്യൂച്ചറിൽ ആ ക്ലയൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഡോർ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ചെയ്തിടാൻ സാധിക്കും. മനസ്സിലാക്കുക, 80% ഓഫ് സെയിൽസും സംഭവിക്കുന്നത് 5 അതിലധികമോ ഫോളോ അപ്പുകൾക്ക് ശേഷമാണ്. രണ്ടാമതായി നിങ്ങൾക്ക് ക്ലയൻറ്റിനോട് പറയാം, ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പായി താങ്കളോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സർവീസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ മേഖലയിലാണ്? ഇതിലൂടെ നിങ്ങൾക്ക് ക്ലയൻറ്റ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സർവീസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സർവീസിൽ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രൈസിങ്ങിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഫ്യൂച്ചറിൽ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിനോട് പറയാം, നമ്മുടെ സർവീസിൽ ഇന്ന ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ പ്രൈസിങ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഫ്യൂച്ചറിൽ ആ സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് താല്പര്യമില്ല എന്നൊരു ക്ലയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പേഴ്സണൽ റിജക്ഷനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ആ കോൺവെർസേഷൻ അവിടെ എൻഡാകുന്നുമില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങളുടെ സെയിൽസിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.